എല്ലാവർക്കും നമസ്കാരം. നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രൈവ് ലൈനിന്റെ ലാസ്റ്റ് പാർട്ടാണ്. റിയർ ആക്സിൽ ട്രബിൾ ഷൂട്ടിംഗ് ആണ് നമുക്കിന്ന് ഡ്രൈവ് ലൈനുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് വീൽസ് ആൻഡ് ടയേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ ഇത് ഡ്രൈവ് ലൈന് ലാസ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നത്തോട് കൂടിയിട്ട് ഡ്രൈവ് ലൈൻ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ ഡ്രൈവ് ലൈൻ എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് റിയർ ആക്സിൽ ട്രബിൾ ഷൂട്ടിംഗ് ആണ്. റിയർ ആക്സിലുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രബിൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് തന്നെയാണ്. എന്നാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ 100% ഒരു 80% ഒന്നും അത്ര ഉറപ്പിച്ച് പറയാനും പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ നിലവിൽ കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ട കാര്യം തന്നെയാണ്. കാരണം ഓരോ ഭാഗങ്ങൾക്കും വരുന്ന ട്രബിളുകൾ എന്തൊക്കെയാണ്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ റെമഡീസ് എന്താണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ട്രബിളുകളാണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യമെങ്കിലും നമുക്ക് എന്ത് വേണം, നമുക്കൊരു അവബോധം വേണം. എങ്കിൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് അതിന്റെ ഓപ്ഷൻസ് നോക്കിയിട്ട് നമുക്ക് ഇതായിരിക്കും അതിന്റെ കാരണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ട്രബിൾ ഷൂട്ടിംഗ്, അതിന് റിയർ ആക്സിലിന്റെ ആണെങ്കിൽ ഡിഫറൻഷ്യലിന്റെ ആണെങ്കിലും പ്രൊപ്പലർ ഷാഫ്റ്റിന്റെ ആണെങ്കിലും എന്തിന്റെ ആണെങ്കിലും ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോകേണ്ട ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ ചെറിയൊരു പോർഷനാണ് ഈ ഒരു പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. സോ റിയർ ആക്സിൽ ട്രബിൾ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന മേജർ ആയിട്ട് വരുന്ന ട്രബിൾസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ മേജർ ട്രബിൾസിൽ തന്നെ ആദ്യത്തെ ട്രബിൾ എന്ന് പറയുന്നത് ഹമ്മിങ് നോയ്സ് ആണ്. ഹമ്മിങ് നോയ്സ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം, അതായത് റിയർ ആക്സിലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഹമ്മിങ് നോയ്സ് ഉണ്ടാവുന്ന, ഒരു ശബ്ദം വരുന്ന ഒരു പ്രോബ്ലം. അപ്പോൾ സാധാരണ റിയർ ആക്സിലുകളുടെ ഭാഗത്ത് നിന്ന് എന്തുണ്ടാവാറുണ്ട്, ശബ്ദം വരാറുണ്ട്. പക്ഷെ അതെന്താണ്, അത് നമ്മൾക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു ശബ്ദമായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡ്രൈവ് ട്രാൻസ്മിഷൻ ആണ് നടക്കുന്നത്. റിയർ ആക്സിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു പോർഷൻ, നമ്മളിപ്പോ ഇങ്ങനെ ക്രൗൺ വീൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കേജ് പോർഷൻ ഇവിടെ വരുന്നുണ്ടായിരിക്കും. അതിനകത്ത് സൺ ഗിയറുകൾ, ഇവിടെ ഒരു സൺ ഗിയറും അതുപോലെ തന്നെ ഇവിടെ ഒരു സൺ ഗിയറും ഉണ്ടായിരിക്കും. ആ സൺ ഗിയറിൽ നിന്ന് റിയർ ആക്സിലിന്റെ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു റിയർ ആക്സിൽ അസംബ്ലി നമ്മൾ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഗിയേഴ്സ് ഒരുപാട് മെഷഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഓൾറെഡി ഒരു ശബ്ദം ഓൾറെഡി ഉണ്ടായിരിക്കും. പക്ഷെ അതെന്തായിരിക്കും, അതൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു ശബ്ദം തന്നെയായിരിക്കും. കാരണം ഒരു വാഹനം നോർമലി ഓടുന്ന സമയത്ത് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഡ്രൈവ് ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ശബ്ദം എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ ആയിരിക്കും. അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ട് ഒരു ഹമ്മിങ് നോയ്സ് വരുന്ന സമയത്ത്, ഒരു ഹമ്മിങ് നോയ്സ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അവിടെ പറയുന്നത് റിയർ ആക്സിലുമായി ബന്ധപ്പെട്ട് ഒരു ട്രബിള് വന്നു എന്നുള്ളതാണ്. അപ്പൊ പ്രധാനമായിട്ടും ഈ ഹമ്മിങ് നോയ്സ് ഉണ്ടാവുന്നത് ഈ ബിയറിങ്ങുകൾക്കും അതുപോലെ തന്നെ ഗിയറുകൾക്കൊക്കെ തേയ്മാനം വരുന്ന സമയത്താണ് ഹമ്മിങ് നോയ്സ്. റിയർ ആക്സിലിൽ മാത്രമല്ല മറ്റു ഭാഗങ്ങളിലൊക്കെ ഹമ്മിങ് നോയ്സ് ഉണ്ടാവുന്നത് തേയ്മാനമാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പൊ അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും, ദിസ് മേ ബി ബിക്കോസ് ഓഫ് ദ വോൺ ഔട്ട് ബിയറിങ്ങുകൾക്ക് തേയ്മാനം സംഭവിക്കുമ്പോൾ. അപ്പൊ ഇവിടെ ബിയറിംഗ് എന്ന് പറയുന്ന റിയർ ആക്സിലുമായി ബന്ധപ്പെട്ട് നമ്മൾ ബിയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും, നമ്മൾ എന്താണ് ആ ഒരു ആക്സിൽ കേസിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ, ആക്സിൽ കേസിങ്ങിനെ ഡിഫറൻഷ്യൽ പോർഷൻ, അതുപോലെ തന്നെ ഈ ഒരു ആക്സിൽ കേസിംഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും ഈ ഒരു റിയർ ആക്സിലുമായി ബന്ധപ്പെട്ട് പല ഭാഗങ്ങളിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ബിയറിങ്ങുകൾക്ക് തേയ്മാനം വരുന്ന സമയത്ത് റിയർ ആക്സിൽ അസംബ്ലികളിൽ യൂസ് ചെയ്യുന്ന ബിയറിങ്ങുകൾക്ക് എന്താണ് വോയിസ് എല്ലാവർക്കും അതുപോലെ തന്നെയാണോ? വോയിസ് കട്ടാവുന്നുണ്ടോ? ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. ആണോ? കട്ടാവുന്നുണ്ടോ? നെറ്റ്വർക്കിന്റെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ നെറ്റ്വർക്കൊക്കെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്.
ആണോ? ഓക്കെ ഓക്കെ. ഓക്കെയാണ് സാർ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്താണെന്ന് അറിയില്ല, നെറ്റ്വർക്ക് കാണിക്കുന്നുണ്ട്, പക്ഷെ അതെന്താണെന്ന് അറിയില്ല. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ പറയാം. ഇനി അതിനിടയിൽ എന്തെങ്കിലും വോയിസ് കട്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. എന്നാ ടെക്നിക്കൽ എറർ എന്തെങ്കിലും ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ റിയർ ആക്സിലുമായി ബന്ധപ്പെട്ട് വരുന്ന ബിയറിങ്ങുകളിൽ അത് എവിടെ വരുന്ന ബിയറിങ്ങുകളായിക്കോട്ടെ, അതിലൊക്കെ തേയ്മാനം വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ് ഹമ്മിങ് നോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക, ഹമ്മിങ് നോയ്സ് എന്ന് പറയുമ്പോൾ ബിയറിങ്ങുകളിൽ തേയ്മാനങ്ങൾ ഉണ്ടാവുമ്പോൾ അത് ഹമ്മിങ് നോയ്സിന് കാരണം. ബിയറിംഗിൽ തേയ്മാനം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഒരു ബിയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഇന്നർ റേസ് ഉണ്ടായിരിക്കും, അതിനൊരു ഔട്ടർ റേസ് ഉണ്ടായിരിക്കും, അതിന് ഉള്ളിലായിട്ട് എന്തുണ്ടായിരിക്കും, ബോൾ ബിയറിംഗ് ആണെങ്കിൽ ബോൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താവും നീഡിൽ ബിയറിംഗ് ആണെങ്കിൽ നീഡിൽസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഉള്ളൊരു ഭാഗമാണ് ബിയറിംഗ് എന്ന് പറയുന്നത്. സോ ഈ ബിയറിംഗിന്റെ തേയ്മാനം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ ഇതിനോട് ബന്ധപ്പെട്ട് വരുന്ന കേജിൽ വരുന്ന തേയ്മാനമായിരിക്കാം, അല്ലെങ്കിൽ ഈ ബോൾസിൽ വരുന്ന തേയ്മാനമായിരിക്കാം, അല്ലെങ്കിൽ ഈ ഇന്നർ സർഫസും അതിന്റെ ഷാഫ്റ്റും തമ്മിൽ വരുന്ന ഭാഗങ്ങളിലുള്ള തേയ്മാനമായിരിക്കാം, അല്ലെങ്കിൽ ഈ ഔട്ടർ സർഫസ് എങ്ങോട്ടാണോ കോണ്ടാക്ട് വരുന്നത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന തേയ്മാനമായിരിക്കാം. എവിടെ തേയ്മാനം വന്നാലും നമ്മൾ എന്താ പറയാ, ബിയറിംഗിന് തേയ്മാനം സംഭവിച്ചു എന്നാണ് പറയാ. തേയ്മാനം സംഭവിച്ച ബിയറിങ്ങുകൾ ഉണ്ടാവുന്ന സമയത്ത്, വോണൗട്ടായ ബിയറിങ്ങുകൾ ഉണ്ടാവുമ്പോൾ നമുക്ക് അതിൽ ഏറ്റവും നല്ല ഒരു എന്താ പറയാ, നല്ലൊരു റെമഡി എന്ന് പറയുന്നത് അത് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് റീപ്ലേസ് ചെയ്ത് ആ ബിയറിംഗ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത്, അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഹമ്മിങ് നോയ്സ് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എ വോൺ ഔട്ട് ഗിയർ മേ ആൾസോ ബി ദ റീസൺ ഓഫ് സച്ച് എ നോയ്സ്, ഇൻ വിച്ച് കേസ് ഓഫ് ഓൺലി റെമഡി ഇസ് ടു റീപ്ലേസ് ദ സെയിം. എന്താണ് അടുത്തൊരു പ്രോബ്ലം, എന്താണ് വോൺ ഔട്ട് ഗിയർ. സോ ഈ വോൺ ഔട്ട് ഗിയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്കറിയാം റിയർ ആക്സിലുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ അവിടെ ക്രൗൺ വീല് വരുന്നുണ്ട്, ക്രൗൺ വീലിലേക്ക് ഒരു കേജ് വരുന്നുണ്ട്, കേജിനകത്ത് സൺ ഗിയർ വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലാനറ്റ് ഗിയേഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഗിയറുകൾ വരുന്നുണ്ട്. ഈ ഗിയറുകളെല്ലാം എന്താണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മെഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതേതാണ്, സൺ ഗിയർ നോക്കിക്കഴിഞ്ഞാൽ സൺ ഗിയറും പ്ലാനറ്റ് ഗിയറും അല്ലെങ്കിൽ സ്റ്റാർ ഗിയർ എന്ന് പറയുന്ന ഗിയറും തമ്മിൽ എന്താണ്, പരസ്പരം മെഷ്ഡ് ആണ്. അതുപോലെ തന്നെ ബെവൽ പിനിയനും അതുപോലെ തന്നെ ക്രൗൺ വീൽ നോക്കിക്കഴിഞ്ഞാൽ ഇതും തമ്മിൽ എന്താണ്, മെഷ്ഡ് ആണ്. സോ ഈ ഗിയറുകൾക്കിടയിൽ ഉണ്ടാവുന്ന ആ ഒരു തേയ്മാനം, ഗിയറുകളുടെ ടീത്തുകൾക്കിടയിൽ ഉണ്ടാവുന്ന ആ ഒരു തേയ്മാനം എന്തിനു കാരണമാവും, ഹമ്മിങ് നോയ്സിന് കാരണമാവും. സോ രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ബിയറിങ്ങുകൾ വോൺ ഔട്ട് ആവുക, അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന ഗിയർ എന്താണ്, തേയ്മാനം സംഭവിക്കുക. അങ്ങനെ ഗിയറുകൾക്ക് തേയ്മാനം സംഭവിക്കുമ്പോഴും നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റെമഡിയൽ ആക്ഷൻ എന്ന് പറയുന്നത് ആ ഗിയർ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഗിയർ റീപ്ലേസ് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. പക്ഷെ അഡ്ജസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്തല്ല, അതൊരു ശരിയായ റെമഡിയൽ ആക്ഷൻ അല്ല. ശരിയായ റെമഡിയൽ ആക്ഷൻ എന്ന് പറയുന്നത് അത് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അഡ്ജസ്റ്റിംഗ് എന്ന് പറയുന്നത് അത് എന്താണ്, ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു റെമഡി എന്നുള്ള രീതിയിലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഇൻ സം കേസസ് ദിസ് മേ ബി ഡ്യൂ ടു ഓൺലി ദ എക്സസീവ് ക്ലിയറൻസ് ബിറ്റ്വീൻ ദ പിനിയൻ ആൻഡ് ദ ക്രൗൺ വീൽ. പിനിയനും ക്രൗൺ വീലും അതിനിടയിൽ വരുന്ന ആ ഒരു എക്സസീവ് ക്ലിയറൻസ് അല്ലെങ്കിൽ ഒരു ബാക്ക്ലാഷ് വിച്ച് ഷുഡ് ബി അഡ്ജസ്റ്റഡ് അറ്റ് വൺസ്. അതായത് ഈ ഒരു പോയിന്റ് ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹമ്മിങ് നോയ്സ് ഒരു ഡിഫറൻഷ്യൽ റിയർ ആക്സിലുമായി ബന്ധപ്പെട്ട് ഡിഫറൻഷ്യലിന്റെ ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ക്രൗൺ വീലിന്റെയും അതുപോലെ തന്നെ ഈ ഒരു ബെവൽ പിനിയന്റെയും ഈ ഒരു മെഷിങ്ങിൽ വരുന്ന ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന എക്സസീവ് ക്ലിയറൻസ്. അതായത് ഇതിനൊരു ക്ലിയറൻസ് എന്തായാലും ഉണ്ടായിരിക്കും. അതിന് നമ്മൾ ആ ഒരു ടീത്തുകൾ തമ്മിലുള്ള ആ ഒരു ക്ലിയറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാക്ക്ലാഷ് എന്ന് പറയും. ബാക്ക്ലാഷ്. ഈ ബാക്ക്ലാഷ് എന്ന് പറയുന്നത് വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ ക്ലിയറൻസ് വർദ്ധിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ആ ക്ലിയറൻസ് വർദ്ധിച്ച ഒരവസ്ഥയിൽ ഈ ബെവൽ പിനിയൻ വഴി ഡ്രൈവ് നമ്മളുടെ ക്രൗൺ വീലിലേക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലമാണ് എന്ത്, ഈ ഒരു ഹമ്മിങ് നോയ്സ് എന്ന് പറയുന്നത്. സോ 3 കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ബിയറിംഗിൽ ഉണ്ടാവുന്ന തേയ്മാനം. അതുപോലെ തന്നെ രണ്ടാമത്തത് ഗിയറുകൾക്കിടയിൽ ഉണ്ടാവുന്ന, ഗിയേഴ്സിന് ഇടയിൽ അല്ലെങ്കിൽ ഗിയറുകൾക്ക് ഉണ്ടാവുന്ന തേയ്മാനം. അതുപോലെ തന്നെ മൂന്നാമത്തത് ബെവൽ പിനിയനും അതുപോലെ തന്നെ ക്രൗൺ വീലിന്റെയും ഇടയിൽ ഉണ്ടാവുന്ന ആ ഒരു ക്ലിയറൻസിൽ വരുന്ന എക്സസീവ് ക്ലിയറൻസ്, അല്ലെ, ആ ക്ലിയറൻസിൽ വരുന്ന വർധനവ്.
അത് എന്തിന് കാരണമാവും? ഹമ്മിങ് നോയ്സിന് കാരണമാവും. അപ്പൊ അത് ഹമ്മിങ് നോയ്സിന് മാത്രമല്ല കാരണമാവുക, കാരണം നമുക്കറിയാം ഈ ബെവൽ പിനിയൻ ആണ് എന്ത് ചെയ്യുന്നത്? ക്രൗൺ വീലിനെ പിടിച്ച് തിരിക്കുന്നത് അല്ലെ. ബെവൽ പിനിയൻ ആണ് ക്രൗൺ വീലിലേക്കുള്ള ആ ഒരു ഡ്രൈവ് കൊടുക്കുന്നത്. സോ ഇതിനിടയിൽ ആ ഒരു ടീത്തുകൾക്കിടയിൽ ഇങ്ങനെ ക്ലിയറൻസ് കൂടിക്കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഈ ഡ്രൈവ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബെവൽ പിനിയന്റെ ഈ ടീത്ത് എന്ത് ചെയ്യും? ക്രൗൺ വീലിന്റെ ടീത്തിലേക്ക് ആദ്യം പോയിട്ടൊന്ന് അടിക്കും. സോ അത് എന്താണ്? അത് വേറൊരു ശബ്ദമായിട്ട് തന്നെ നമുക്ക് പുറത്തേക്ക്, ഒരു നോക്കിംഗ് സൗണ്ട് ആയിട്ട് തന്നെ പുറത്തേക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷെ അത് സ്റ്റാർട്ടിങ് ടൈമിലായിരിക്കും ആ ഒരു അടി ഉണ്ടാവുന്നത്. പിന്നെ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പിന്നെ ഉണ്ടാവുന്നത് ഹമ്മിങ് നോയ്സ് ആയിരിക്കും. കാരണം സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു കറക്കം കിട്ടുന്ന, ആ ഒരു കോണ്ടാക്ട് വരുന്നതിന് തൊട്ട് മുൻപായിരിക്കും ആ ഒരു വന്നിട്ടുള്ള ആ ഒരു അടി സംഭവിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് എന്താണ്? പിന്നെ അതങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് തിരിയാൻ തുടങ്ങും. പക്ഷെ അവിടെ എന്തുണ്ടായിരിക്കും? ഹമ്മിങ് നോയ്സ് ഉണ്ടാവും. സോ ഈ 3 പോയിന്റ്സ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ബിയറിങ്ങുകൾക്ക് ഉണ്ടാവുന്ന തേയ്മാനം ഹമ്മിങ് നോയ്സിന് കാരണമാകും. ഗിയറുകൾക്ക് ഉണ്ടാവുന്ന തേയ്മാനം ഹമ്മിങ് നോയ്സിന് കാരണമാകും. അതുപോലെ തന്നെ പിനിയനും ക്രൗൺ വീലിന്റെയും ഇടയിൽ ഉണ്ടാവുന്ന ആ ഒരു ക്ലിയറൻസിൽ ഉള്ള വർധനവ്, അതും ഹമ്മിങ് നോയ്സിന് കാരണമാവും. ഈ 3 കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ നമുക്ക് വരാവുന്ന പോയിന്റുകളാണ്. സോ ആ ഒരു രീതിയിൽ തന്നെ ഇത് മനസ്സിലാക്കി വെക്കുക. അടുത്ത ഒരു പ്രോബ്ലമാണ് നോക്ക് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം. റിയർ ആക്സിലുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ട്രബിൾ ആണ് നോക്ക് എന്ന് പറയുന്നത്. ദ നോക്കിംഗ് ഓർ ക്ലിക്കിംഗ്. നോക്കിങ്ങിന് തന്നെയാണ് നമ്മൾ പറയുന്നത് ക്ലിക്കിംഗ്. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ക്ലിക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിക്കിംഗ് സൗണ്ട് എന്ന് പറയാറുണ്ട് നോക്കിങ്ങിന്. ക്ലിക്കിംഗ് സൗണ്ട് മേ ബി ഡ്യൂ ടു ദ വോൺ ഔട്ട് സ്പ്ലൈൻസ് ഓഫ് ദ ആക്സിൽ ഷാഫ്റ്റ്. എന്താ പറഞ്ഞത്? ആക്സിൽ ഷാഫ്റ്റില് അതിന്റെ സ്പ്ലൈൻസിൽ വരുന്ന തേയ്മാനം എന്തിന് കാരണമാവും? നോക്കിന് കാരണമാവും. അപ്പൊ നമുക്കറിയാം എവിടെയാണ് സ്പ്ലൈൻസ് വരുന്നത്. നമുക്കറിയാം ആക്സിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, റിയർ ആക്സിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ 2 ഹാഫ് ആക്സിലുകളായിട്ട് കാണാൻ സാധിക്കും. ഈ 2 ഹാഫ് ആക്സിലുകളിലും എന്തുണ്ടായിരിക്കും? ഇവിടെ സ്പ്ലൈൻസ് ഉണ്ടായിരിക്കും. ഈ ഭാഗത്തും എന്തായിരിക്കും? സ്പ്ലൈൻസ് ഉണ്ടായിരിക്കും. സോ ഈ സ്പ്ലൈൻസിന് മുകളിലായിട്ട് നമ്മൾ എന്ത് വെക്കും? നമ്മൾ സൺ ഗിയർ, ഈ ഭാഗത്തായിട്ട് ആര് വരും? നമ്മുടെ സൺ ഗിയർ വരും. ഓക്കെ, ഈ ഭാഗത്തായിട്ട് സൺ ഗിയർ വരും. ഈ ഭാഗത്തും എന്ത് വരും? സൺ ഗിയർ വരും. സോ സൺ ഗിയറിന് ഇന്റേണൽ സ്പ്ലൈൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ ആക്സിൽ ഷാഫ്റ്റിന് ഉണ്ടായിരിക്കും എക്സ്റ്റേണൽ സ്പ്ലൈൻസ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ വീലുകൾ, നമ്മളുടെ ആ ഒരു വീൽ ആൻഡ് ടയർ അസംബ്ലി എന്ന് പറയുന്നത് ഈ ഭാഗത്തായിരിക്കും വരുന്നത് അല്ലെ. വീൽ ആൻഡ് ടയർ അസംബ്ലി എന്ന് പറയുന്നത് ഈ പോർഷനിലാണ് വരിക. സോ ആ ഒരു സ്പ്ലൈൻസിൽ വരുന്ന തേയ്മാനം എന്നോട് ഉദ്ദേശിച്ചത് ഇതാ ഈ ഭാഗത്ത് വരുന്ന തേയ്മാനം. സോ ഡ്രൈവ് എങ്ങനെയാണ് വരുന്നത്? ഡ്രൈവ് വരുന്നത് ക്രൗൺ വീല് വഴി അത് കേജിലേക്ക് എത്തി, കേജിലൂടെ അത് ഈ ഒരു പ്ലാനറ്റ് ഗിയറിലേക്ക് എത്തി, പ്ലാനറ്റ് വഴി ഗിയറുകൾ വഴി അത് സൺ ഗിയറിനെ തിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ സൺ ഗിയറിനെ തിരിക്കുന്ന സമയത്ത് അതിലൂടെ പോകുന്ന ആ ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏതിലൂടെ തന്നെയാണ് പോകുന്നത്? നമ്മളുടെ ഈ ഒരു ഷാഫ്റ്റിലേക്കാണ് കയറുന്നത് അല്ലെ. ഇവിടെ നമ്മളുടെ പ്ലാനറ്റ് ഗിയേഴ്സ് ഉണ്ടായിരിക്കും, 2 പ്ലാനറ്റ് ഗിയേഴ്സ് ഉണ്ടായിരിക്കും. സോ ആ ഡ്രൈവ് ഈ സൺ ഗിയർ വഴി അത് നേരെ എങ്ങോട്ട് എത്തുന്നു? നമ്മളുടെ ഈ ഒരു ഷാഫ്റ്റിലേക്ക് എത്തുന്നു, ഈ ഹാഫ് ഷാഫ്റ്റുകളിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ റിയർ ഹാഫ് ഷാഫ്റ്റുകളിലേക്ക് എത്തുന്നു. ഇതാണ് റിയർ ആക്സിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മൊത്തത്തിലുള്ള ആക്സിലിനാണ് നമ്മൾ റിയർ ആക്സിൽ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? ഇതൊരു ഹാഫ് ആക്സിൽ ആണ് എന്നും ഇത് അടുത്ത ഹാഫ് ആക്സിൽ ആണ് എന്നും പറയാം അല്ലെ. സോ ഈ ഹാഫ് ആക്സിലിന്റെ ഈ ഭാഗത്താണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ സ്പ്ലൈൻസ് എന്ന് പറയുന്നത്, ഈ ഭാഗത്ത്. സോ ഈ ഭാഗത്തുള്ള സ്പ്ലൈൻസ് എന്ന് പറയുന്നത് സൺ ഗിയറിലേക്ക്, ഇതാണ് സൺ ഗിയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ അത് തമ്മിൽ മെഷ്ഡ് ആണ്. സോ ഇവിടെ വരുന്ന തേയ്മാനം, ഈ സ്പ്ലൈൻസിൽ വരുന്ന തേയ്മാനം എന്തിന് കാരണമാവും? അത് നോക്ക് ഉണ്ടാക്കുന്നതിന് കാരണമാവും. നോക്ക് അല്ലെങ്കിൽ ക്ലിക്കിംഗ് സൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നതിന് കാരണമാവും. സോ ഹമ്മിങ് എന്താണ്, ക്ലിക്കിംഗ് എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ നോക്കിംഗ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോ ഇൻ വിച്ച് കേസ് ദ ഡിഫക്റ്റീവ് ഷാഫ്റ്റ് ഹാസ് ടു ബി റീപ്ലേസ്ഡ്. ഈ ഡിഫക്റ്റീവ് ഷാഫ്റ്റ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ശരിയായ ഒരു റെമഡിയൽ ആക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുണ്ട്?
നമ്മളിത് ഈ ഒരു ഇവിടെ വരുന്ന തേയ്മാനം എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു ഗ്രൂവിൽ ഉണ്ടാവുന്ന ആ ഒരു തേയ്മാനം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് മില്ലിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആ ഗ്രൂവിന്റെ ആ ഒരു ഷേപ്പ് ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് എടുക്കാറുണ്ട്. പക്ഷെ അതെന്തല്ല, അതൊരു ശരിയായ റെമഡിയൽ ആക്ഷൻ അല്ല. ശരിയായ റെമഡിയൽ ആക്ഷൻ ഷാഫ്റ്റിന്റെ സ്പ്ലൈൻസിൽ ഉണ്ടാവുന്ന തേയ്മാനം ശരിയായ റെമഡിയൽ ആക്ഷൻ എന്ന് പറയുന്നത് ആ ഷാഫ്റ്റ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ശരിയായ റെമഡിയൽ ആക്ഷൻ. സോ മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, അതർ റീസൺ മേ ബി ദ ചിപ്പ്ഡ് ടീത്ത് ഓഫ് സം ഗിയർ ഇൻ ദ റിയർ ആക്സിൽ. അതായത് ഇതിനകത്ത് ഉള്ള ഗിയറുകൾ, അതായത് അത് ഇനി സൺ ഗിയറോ അല്ലെങ്കിൽ നമ്മളുടെ പ്ലാനറ്റ് ഗിയറോ ഏതെങ്കിലും ആയിക്കോട്ടെ, ഇതിന്റെ ടീത്തുകൾ ചിപ്പ്ഡായി പോവുക. ചിപ്പ്ഡ് ടീത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് ചീന്തി പോകുന്ന അവസ്ഥ, കുറച്ച് ഭാഗം ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. ടീത്ത് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ, ടീത്ത് ഇപ്പോ ഇങ്ങനെ ഇങ്ങനെ ടീത്ത് ആണെങ്കിൽ ഇങ്ങനെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു എഡ്ജ് ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തേയ്മാനം സംഭവിക്കുന്നതല്ല. തേയ്മാനം സംഭവിക്കുമ്പോൾ തേയ്മാനം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കും അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ആയിരിക്കില്ല. ഇവിടെ ഇങ്ങനെ പൊട്ടിപ്പോയ പോലെ ആയിരിക്കും. ഈ ഒരു സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയ പോലെ, ചിപ്പ് ചെയ്ത് പോയ പോലെ ഇരിക്കും. ഒരു ചിസലൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് തട്ടി കളഞ്ഞാൽ ഏത് രീതിയിൽ ഉണ്ടായിരിക്കും, കുറച്ച് ഷാർപ്പായിട്ട് ഒരു ഇറഗുലാർ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ തേയ്മാനം എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കില്ല. തേയ്മാനം എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കും. വളരെ സ്മൂത്ത് ആയിട്ട് അതിന്റെ ഷേപ്പ് മാറിയിട്ടുണ്ടായിരിക്കും, സ്മൂത്ത് ആയിട്ടായിരിക്കും. പക്ഷെ ഇതങ്ങനെ ആയിരിക്കില്ല. ഇതിങ്ങനെ അവിടുന്ന് എന്തെങ്കിലും ഒരു ഭാഗം തട്ടിയിട്ട് പൊട്ടിപ്പോയ രീതിയിൽ, ചിപ്പിഡായ രീതിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. ഇങ്ങനെ വരുമ്പോ ആ ടീത്തുകൾ തമ്മിലുള്ള ആ ഒരു മെഷിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കറക്കം എന്ന് പറയുന്നത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു കറക്കമായിരിക്കില്ല. അപ്പൊ അവിടെ ആ ചിപ്പ്ഡ് ആയിട്ടുള്ള ടീത്തുകൾ കാരണം ഉണ്ടാവുന്ന ആ ഒരു നോയ്സ് എന്ന് പറയുന്നത് നോക്കിംഗ് ആണ്, അല്ലെങ്കിൽ ക്ലിക്കിംഗ് സൗണ്ട് ആണ്. സോ ക്ലിക്കിംഗ് അല്ലെങ്കിൽ നോക്കിംഗ് സൗണ്ട് എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത്. അതൊന്ന് എന്താണ്, ഈ സ്പ്ലൈൻസ്, ഷാഫ്റ്റിലുള്ള സ്പ്ലൈൻസിന് തേയ്മാനം വരുമ്പോ ആ ഒരു നോക്കിംഗ് അല്ലെങ്കിൽ ക്ലിക്കിംഗ് എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ചിപ്പ്ഡ് ടീത്ത്, അത് ഈ ഒരു ഡിഫറൻഷ്യലുമായി അല്ലെങ്കിൽ റിയർ ആക്സിലുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് ഗിയറുകൾ എടുത്താലും, ഏത് ഗിയറിൽ ഏതെങ്കിലും ഒരു ഗിയറിൽ ചിപ്പ്ഡ് ടീത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവാൻ പോകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഏതാണ്, നോക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ്. സോ ഈ ഒരു പോയിന്റും വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കുക. സോ അടുത്തൊരു പോയിന്റ് ആണ് ഡ്രൈവ് നോട്ട് ബീയിങ് ട്രാൻസ്മിറ്റഡ്. അതായത് ഡ്രൈവ് ശരിയായ രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലം. ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്, എനി ഓഫ് ദ 2 ഹാഫ് ഷാഫ്റ്റ് മേ ബി ബ്രോക്കൺ. അതായത് നമുക്കറിയാം, എന്താണ്, എൻജിൻ എടുത്തു കഴിഞ്ഞാൽ എൻജിൻ കഴിഞ്ഞ് ക്ലച്ച് കഴിഞ്ഞ് ഗിയർ ബോക്സ് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്രൊപ്പലർ ഷാഫ്റ്റ് ആണ്. പ്രൊപ്പലർ ഷാഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ. സോ ഈ ഡിഫറൻഷ്യലിൽ നിന്ന് 2 ആക്സിലുകൾ ഇങ്ങനെ ഹാഫ് ആക്സിൽ 2 ഭാഗത്തേക്കുമായിട്ട് പോയിട്ടുണ്ട്. സോ ഈ ഒരു മൊത്തം അസംബ്ലിയെ നമ്മൾ റിയർ ആക്സിൽ അസംബ്ലി എന്ന് പറയാറുണ്ട്. റിയർ ആക്സിൽ അസംബ്ലി അല്ലെ, ഈ ഡിഫറൻഷ്യലും അതുപോലെ തന്നെ ഈ റിയർ ആക്സിൽസും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു അസംബ്ലിയെ നമ്മൾ എന്ത് പറയും, റിയർ ആക്സിൽ അസംബ്ലി എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ഇവിടെ നമുക്കറിയാം, ഈ ഒരു ഷാഫ്റ്റിലൂടെയും അതുപോലെ തന്നെ ഈ ഒരു ഷാഫ്റ്റിലൂടെയുമാണ് ഡ്രൈവ് എന്താവുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. എന്തെങ്കിലും കാരണവശാൽ ഈ ഷാഫ്റ്റ് ബ്രോക്കൺ ആയി കഴിഞ്ഞാൽ, ഈ ഷാഫ്റ്റ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ യാതൊരു രീതിയിലും എന്ത് സംഭവിക്കുന്നില്ല, ഇവിടെ വരുന്ന ഡ്രൈവ് ലൈനുകൾ വഴി വരുന്ന ആ ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യലിലൂടെ വീലുകളിലേക്ക് എത്തുന്നില്ല. സോ ബ്രോക്കൺ ആയി കഴിഞ്ഞാൽ ആ വീലുകളിലേക്ക് പോകില്ല എന്നുള്ളത് മാത്രമല്ല, ഡിഫറൻഷ്യൽ ശരിയായ രീതിയിൽ എന്ത് ചെയ്യൂല, വർക്ക് ചെയ്യൂല. കാരണം ആ ഭാഗത്തേക്കുള്ള ഡ്രൈവ്, ആ ഷാഫ്റ്റ് പൊട്ടിക്കിടക്കുകയാണ്. സോ അവിടെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ വളരെ പെർഫെക്റ്റ് ആയ രീതിയിലുള്ള ഒരു ഡ്രൈവ് ട്രാൻസ്മിഷൻ 2 ഹാഫ് ഷാഫ്റ്റുകളിലേക്കും നടക്കില്ല. അതുപോലെ തന്നെ ദ സ്പ്ലൈൻസ് ഓൺ ദ ആക്സിൽ ഷാഫ്റ്റ് മേ ബി സ്ട്രിപ്പ്ഡ്. എന്താണ്, സ്പ്ലൈൻസ് സ്ട്രിപ്പായി പോയി കഴിഞ്ഞാൽ, സ്പ്ലൈൻസ് കട്ടായി പോയി കഴിഞ്ഞാൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സ്പ്ലൈൻസ്, നേരത്തെ ഒരു പ്രോബ്ലം ആയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു വോൺ ഔട്ട്
ഔട്ട് സ്പ്ലൈൻസ്, വോൺ ഔട്ട് തേയ്മാനം സംഭവിക്കുന്ന സ്പ്ലൈൻസ് എന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ എന്താണ് സ്ട്രിപ്പായി പോയിട്ടുള്ള, അത് കട്ട് ചെയ്ത് പോയ രീതിയിലുള്ള സ്പ്ലൈൻസ്. ഈ സ്പ്ലൈൻസ് എന്ന് പറയുന്നത് എവിടെ വരുന്ന സ്പ്ലൈൻസ് ആണ്? ഇത് ആക്സിൽ ഷാഫ്റ്റിൽ വരുന്ന സ്പ്ലൈൻസ് ആണ്. ആക്സിൽ ഷാഫ്റ്റിൽ വരുന്ന സ്പ്ലൈൻസ് ആണ്. അങ്ങനെ ആക്സിൽ ഷാഫ്റ്റിൽ വരുന്ന സ്പ്ലൈൻസ് കട്ടായി പോയി കഴിഞ്ഞാൽ, സ്ട്രിപ്പായി പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നില്ല? ഡ്രൈവ് നോട്ട് ബീങ് ട്രാൻസ്മിറ്റഡ്, ഡ്രൈവ് ട്രാൻസ്മിഷൻ നടക്കില്ല. ദ ടീത്ത് ഓഫ് സം ഗിയർ ഇൻ ദ റിയർ ആക്സിൽ ഡ്രൈവ് മേ ബി സ്ട്രിപ്ഡ്. അതായത് റിയർ ആക്സിലുമായി ബന്ധപ്പെട്ട് വരുന്ന ഗിയറുകളിൽ, റിയർ ആക്സിലുമായി ബന്ധപ്പെട്ട് വരുന്ന ഗിയറുകളിൽ ടീത്തുകൾ സ്ട്രിപ്ഡ് ആയി കഴിഞ്ഞാൽ, അതായത് സ്ട്രിപ്പായി കട്ടായി പോയി കഴിഞ്ഞാൽ, ടീത്ത് തേയ്മാനം സംഭവിക്കുകയോ അല്ലെങ്കിൽ ചിപ്പാവുകയോ അല്ല. അതായത് ഇവിടെ പറഞ്ഞു വന്ന എന്താണ്? ഗിയേഴ്സ് അല്ലെ? ഗിയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞു. ഒന്ന് എന്താണ്? വോൺ ഔട്ട് ഗിയർ, വോൺ ഔട്ട് ഗിയർ, വോൺ ഔട്ട് ഗിയർ. ഓക്കെ. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു ചിപ്പ്ഡ് ഗിയർ. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ചിപ്പ്ഡ് ഗിയർ, വോൺ ഔട്ട് ഗിയറും ചിപ്പ്ഡ് ഗിയറും. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞതാണ് എന്താണ്? സ്ട്രിപ്പ്ഡ് ഗിയർ. മൂന്നാമത്തതാണ് സ്ട്രിപ്പ്ഡ് ഗിയർ, സ്ട്രിപ്പ്ഡ് ഗിയർ. ഓക്കെ. സ്ട്രിപ്പ്ഡ് ഗിയർ എന്ന് പറയുമ്പോൾ ആ ഗിയർ അത് സ്ട്രിപ്പായി പോകുന്ന അവസ്ഥ. സോ ഇത് മൂന്ന് കണ്ടീഷൻസ് ആണ് അല്ലെ? വോൺ ഔട്ട് ഗിയർ എന്ന് പറയുന്ന സമയത്ത് എന്താണ് അവിടെ നമുക്ക് ഉണ്ടാവുന്നത്? എന്തായിരുന്നു? ഹമ്മിങ് നോയ്സ് ആയിരുന്നു. ചിപ്പ്ഡ് ഗിയർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വരുന്ന പ്രോബ്ലം എന്താണ്? നമ്മൾ ഇവിടെ പറഞ്ഞായിരുന്നു അല്ലെ? ചിപ്പ്ഡ് ടീത്ത്. അതായത് ആ ഗിയറിന്റെ ടീത്ത് എന്ന് പറയുന്നത് ചിപ്പ്ഡ് ആവുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നോക്കിംഗ് ആണ്. അതുപോലെ തന്നെ സ്ട്രിപ്പായി പോവുക എന്ന് പറയുന്ന സമയത്ത് നോക്കിംഗ് അല്ലെങ്കിൽ ക്ലിക്കിംഗ് എന്ന് പറയുന്ന പ്രോബ്ലം ആണ്. സ്ട്രിപ്പായി പോവുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നത് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഡ്രൈവ് ശരിയായ രീതിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല, ഡ്രൈവ് ട്രാൻസ്മിഷൻ ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്നുള്ള ഒരവസ്ഥയാണ്. സോ ഈ കണ്ടീഷൻസ് ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ദ ടാപ്പർ കീ അറ്റ് ദ ഹബ്ബ് മേ ബി ഫ്രാക്ചേർഡ്. ടാപ്പർ കീ അറ്റ് ദ ഹബ്ബ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ആക്സില്, റിയർ ആക്സിൽ എന്ന് പറയുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടേക്ക് നമ്മൾ ഹബ്ബ് എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? ഹബ്ബ് എന്ന് പറയുന്ന ഭാഗം റിയർ ആക്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ റിയർ ആക്സിലും ഹബ്ബും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്? ഒരു കീയുടെ സഹായത്തോട് കൂടിയിട്ടാണ്. സോ കീ ഈസ് എ ഫാസ്റ്റനർ അല്ലെ? അത് തമ്മിൽ എന്ത് ചെയ്യും? ഫാസ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗമാണ് ഒരു കീ എന്ന് പറയുന്നത്. സോ ഈ കീ വഴിയായിരിക്കും എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു എന്താണ് കണക്ഷൻസ് സാധ്യമാക്കുന്നത്. അതായത് ഈ ഒരു ആക്സിൽ ഷാഫ്റ്റും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഹബ്ബും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ. അതിന് പുറമെ എന്തുണ്ടായിരിക്കും? ഇവിടെ സ്പ്ലൈൻസുകളും ഉണ്ടായിരിക്കും, സ്പ്ലൈൻസും ഉണ്ടായിരിക്കും. ആ സ്പ്ലൈൻസിന് പുറമെ എന്തുണ്ടായിരിക്കും? ഒരു കീന്റെ ഒരു സഹായം കൂടി ഉണ്ടായിരിക്കും. സോ ആ കീ ഫ്രാക്ചർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു ഡ്രൈവ് ട്രാൻസ്മിഷൻ നടക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. എല്ലാ കേസിലും സ്പ്ലൈൻസ് മാത്രമായിരിക്കില്ല വരുന്നത്. ചില കേസിൽ കീ മാത്രമായിട്ട് വരുന്ന കേസുകളും ഉണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും? നമുക്ക് ആ ഒരു കീ, ടാപ്പർ കീ അല്ലെ? ആ ഒരു ടാപ്പർ കീ എന്ന് പറയുന്ന സമയത്ത് ഈ രീതിയിലായിരിക്കും, ഈ രീതിയിൽ വരുന്ന ഒരു ടാപ്പർ കീ. സോ ഈ ഒരു ടാപ്പർ കീ ഫ്രാക്ചേർഡ് ആയി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവേ അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും കാരണവശാൽ അത് അവിടെ നിന്ന് അതിന്റെ ആ ഒരു ഗ്രൂവിൽ നിന്ന് മാറിപ്പോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഷാഫ്റ്റ് വഴിയുള്ള ആ ഒരു ഡ്രൈവ് നമുക്ക് ഹബിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. സോ അവിടെ ഈ ഒരു ഡ്രൈവ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എന്താവും? നടക്കാത്ത ഒരവസ്ഥ വരും. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മളുടെ റിയർ ആക്സിലിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്ന് പറയുന്നത്. സോ അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചൊരു 10-11 ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ ഈ ഒരു ഇതിൽ വന്നേക്കാം. ഞാനിതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തതാണ്, ചെയ്തു വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരുന്നുണ്ടായിരിക്കും. സോ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക, നോക്കിയിട്ട് ഇതിന്റെ ആൻസർ ജസ്റ്റ് ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പോ ക്രിട്ടിക്കൽ വെർലിംഗ് സ്പീഡ് ഓഫ് എ ഷാഫ്റ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ.
ക്രിട്ടിക്കൽ വെർലിംഗ് സ്പീഡ് ഓഫ് എ ഷാഫ്റ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ. ഒരു ഷാഫ്റ്റിന്റെ ക്രിട്ടിക്കൽ വെർലിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്ന കണ്ടീഷൻ അത് എങ്ങനെയാണ്? ഇൻക്രീസിങ് ഇറ്റ്സ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോഴാണോ, ഡിക്രീസിങ് ഇറ്റ്സ് ലെങ്ത് ഡിക്രീസ് ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ ഡിക്രീസിങ് ഇറ്റ്സ് ഡയാമീറ്റർ? രണ്ടാമത്തെ ഓപ്ഷനാണ് ഡയാമീറ്റർ, മൂന്നാമത്തെ ഓപ്ഷനാണ് ഡിക്രീസിങ് ഇറ്റ്സ് ലെങ്ത്, നാലാമത്തത് നൺ ഓഫ് ദി അബോ. അപ്പോ വെർലിംഗ് സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ മൂന്ന് ഓപ്ഷനിൽ ഏത് അവസരത്തിലാണ് എന്ന് പറയാൻ സാധിക്കുമോ? ഇതിന്റെ ആൻസർ ആരെങ്കിലും അറിയോ? സി ആണോ സർ? ഡിക്രീസിങ് ഡയാമീറ്റർ, ഡിക്രീസിങ് ലെങ്ത്. ഡിക്രീസിങ് ഡയമീറ്റർ പറയുന്നുണ്ട്, ഡിക്രീസിങ് ലെങ്ത്തും പറയുന്നുണ്ട് അല്ലെ? ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡിക്രീസിങ് ഡയാമീറ്റർ ആണ് കേട്ടോ. ഡയാമീറ്റർ നമുക്ക് കുറയ്ക്കുന്ന സമയത്താണ് ക്രിട്ടിക്കൽ വെർലിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഷാഫ്റ്റിൻ്റെത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നത്. ക്രിട്ടിക്കൽ വെർലിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും എന്താക്കണം? ഡയമീറ്റർ ഡിക്രീസ് ചെയ്യുക തന്നെ വേണം. അത് നേരെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു ഷാഫ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ഒരു സ്പീഡാണ് ക്രിട്ടിക്കൽ വെർലിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. സോ ക്രിട്ടിക്കൽ വെർലിംഗ് സ്പീഡ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഷാഫ്റ്റിന്റെ ഡയാമീറ്റർ ഡിക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇൻക്രീസ് ചെയ്യിക്കണമെങ്കിൽ, ക്രിട്ടിക്കൽ വെർലിംഗ് സ്പീഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിക്രീസിങ് ഇറ്റ്സ് ഡയമീറ്റർ. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരു പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻ ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൃപാൽ സിംഗിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ റിയർ ആക്സിലിന്റെ പോർഷനിൽ ലാസ്റ്റ് പരാമർശിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസറും അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോ അതെന്ത് ചെയ്യുക? ഈ ഒരു ക്വസ്റ്റ്യൻ ശരിയായ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. The function of a universal joint is to allow the propeller shaft to എന്താണ്? ചേഞ്ച് ലെങ്ത്, ബെൻഡ് സൈഡ് വേസ്, ട്രാൻസ്ഫർ ടോർക്ക് അറ്റ് ആൻ ആംഗിൾ, ചേഞ്ച് ഇൻക്ലിനേഷൻ. എന്താണ് ഇതിന്റെ ആൻസർ? യൂണിവേഴ്സൽ ജോയിന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊപ്പലർ ഷാഫ്റ്റുകൾക്ക്. എന്താണ്? സി. ഓക്കെ, എന്താണ്? ട്രാൻസ്ഫർ ടോർക്ക് അറ്റ് ആൻ ആംഗിൾ. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ഒന്ന് റിവൈസ് ചെയ്യുക. പെട്ടെന്ന് നോക്കി പോവാം. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. സെൻട്രൽ പോർഷൻ ഓഫ് എ പ്രൊപ്പലർ ഷാഫ്റ്റ് ഈസ് മെയ്ഡ് ഫ്രം. സെൻട്രൽ പോർഷൻ, ഒരു പ്രൊപ്പലർ ഷാഫ്റ്റിന്റെ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് എങ്ങനെയാ? സ്റ്റീൽ ഷാഫ്റ്റ് ആണ്, ഗൺ മെറ്റൽ സ്റ്റീൽ ആണ്, സ്റ്റീൽ ട്യൂബ് ആണ്, കാസ്റ്റ് അയൺ റോഡാണ്. ഏതാണ്? സ്റ്റീൽ ട്യൂബ് അല്ലെ? അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. സ്റ്റീൽ ട്യൂബ് ആണ്. ഒരു പ്രൊപ്പലർ ഷാഫ്റ്റിന്റെ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത് സ്റ്റീൽ ട്യൂബ് ആണ്. നെക്സ്റ്റ്, ടു പീസ് പ്രൊപ്പലർ ഷാഫ്റ്റ് റിക്വയേഴ്സ്. 2 പീസ് പ്രൊപ്പലർ ഷാഫ്റ്റുകൾ നമ്മൾ വെക്കുന്ന സമയത്ത് 1 യൂണിവേഴ്സൽ ജോയിന്റ് ആണ് യൂസ് ചെയ്യുക. എ സെന്റർ സപ്പോർട്ടിംഗ് ബിയറിംഗ് യൂസ് ചെയ്യും. ഷാഫ്റ്റ് ടു ബി സോളിഡ്, നൺ ഓഫ് ദി അബവ്. ഏതായിരിക്കും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ? 2 പ്രൊപ്പലർ ഷാഫ്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ ഏതാണ്? യെസ്, എ സെന്റർ സപ്പോർട്ടിംഗ് ബിയറിംഗ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. എ സെന്റർ സപ്പോർട്ടിംഗ് ബിയറിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ദ ഇന്നർ എൻഡ് ഓഫ് ദ ആക്സിൽ ഷാഫ്റ്റ് ഈസ് സ്പ്ലൈൻഡ് ടു ദി. ഒരു ആക്സിൽ ഷാഫ്റ്റിന്റെ ഇന്നർ എൻഡ്, ഔട്ടർ എൻഡ് അല്ല, ഇന്നർ എൻഡ് സ്പ്ലൈൻഡ് ടു ദ എങ്ങോട്ടാണ്? ആ ഒരു സ്പ്ലൈൻസ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത്? സൺ ഗിയറിലേക്ക്, പ്ലാനറ്റ് ഗിയറിലേക്ക്, ക്രൗൺ വീലിലേക്ക്, ഡിഫറൻഷ്യൽ കേജിലേക്ക്. ഇതിനകത്തേക്ക് എവിടേക്കാണ്? എങ്ങോട്ടാണ്? സൺ ഗിയർ അല്ലെ? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇതിന്റെ ഈ റിയർ ആക്സിൽ എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ഔട്ടർ എൻഡും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഇന്നർ എൻഡും ഉണ്ട്. ഈ വീലുമായിട്ട്, ഹബ്ബുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ആ ഭാഗം എന്ന് പറയുന്നത് ഔട്ടർ ആണ്. ഇത് ഔട്ടർ ആണ്. ഈ സ്പ്ലൈൻഡ് ആയിട്ടുള്ള ഭാഗം, ഉള്ളിലേക്കുള്ള ഈ സ്പ്ലൈൻഡ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ ഇന്നർ എന്ന് പറയാം. ഇന്നർ. സോ ഇതൊരു, ഇവിടെയാണ് ഡ്രൈവ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് സൺ ഗിയർ ആയിരിക്കും. സൺ ഗിയർ ആയിരിക്കും ഇവിടെ വരുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാക്കുക, സൺ ഗിയർ ആയിരിക്കും. സൺ ഗിയർ ആണ് ഈ സ്പ്ലൈൻസിന് മുകളിൽ വരിക.
സോ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ. ദ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ബാക്ക് ക്ലാഷ് ഇൻ എ ഡിഫറൻഷ്യൽ ഈസ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ. Adjustment for backlash in a differential is provided between crown wheel and sun gear and the planet gear, crown wheel and the drive pinion, crown wheel and the planet gear. ഇതിന് ഏതിന്റെ ഇടയിൽ ഉള്ള ആ ഒരു അഡ്ജസ്റ്റ്മെന്റിനെ ക്രൗൺ വീലും ഏതാണ് ഡ്രൈവ് പിനിയനും അല്ല, ക്രൗൺ വീലും പ്ലാനറ്റ് ഗിയറുമാണ്. നോട്ട് ചെയ്യുക ഈ ക്വസ്റ്റ്യൻ. ക്രൗൺ വീലും പ്ലാനറ്റ് പിനിയനും. ദ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ബാക്ക്ലാഷ് ഇൻ എ ഡിഫറൻഷ്യൽ ഈസ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ. ഡിഫറൻഷ്യലിന്റെ എന്താ ചോദിച്ചത്? ഡിഫറൻഷ്യലിന്റെ ബാക്ക്ലാഷ് എന്നാണ് ചോദിച്ചത്. ഡിഫറൻഷ്യലിന്റെ നമ്മളെ ക്രൗൺ വീലും നമ്മളുടെ പിനിയനും കൂടെ ചേർന്ന് വരുന്ന, ക്രൗൺ വീലും നമ്മളുടെ പിനിയനും കൂടെ ചേർന്ന് വരുന്ന ആ അസംബ്ലിനെ നമ്മൾ പറയുന്ന പേര് എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ ഡ്രൈവ് ആണ്. ഫൈനൽ ഡ്രൈവ് ആണ്. സോ ഈ ഫൈനൽ ഡ്രൈവിന് ഇടയിൽ വരുന്ന ആ ഒരു ബാക്ക്ലാഷ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പറയാം ക്രൗൺ വീലും ഈ ഒരു ബെവൽ പിനിയന്റെയും ഇടയിൽ വരുന്നതാണ് ആ ഒരു ബാക്ക്ലാഷ് അഡ്ജസ്റ്റ്മെന്റ് എന്ന്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ദാറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഫോർ ബാക്ക്ലാഷ് ഇൻ ഡിഫറൻഷ്യൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന സമയത്ത് ക്രൗൺ വീലും അതിലേക്ക് ഈ കേജിന്റെ പോർഷനും കൂടെ ചേർക്കണം. ഈ കേജിന്റെ പോർഷനും ഈ കേജിനുള്ളിൽ വരുന്ന പ്ലാനറ്റ് ഗിയർ ആൻഡ് സൺ ഗിയർ ഇതിനെയും കൂടെ കൺസിഡർ ചെയ്യണം. എന്നിട്ട് ഈ ക്രൗൺ വീലിന്റെയും ഈ ഡിഫറൻഷ്യൽ കേജിനകത്തും വരുന്ന ആ ഗിയറുകൾക്കിടയിലുള്ള ആ ബാക്ക്ലാഷ് അല്ലെങ്കിൽ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ്, അതാണ് ആ ബാക്ക്ലാഷ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ അതിൽ വരുന്നത് ഈ ഒരു ക്രൗൺ വീലും പ്ലാനറ്റ് ഗിയറുമാണ്. ക്രൗൺ വീൽ എന്ന് പറയുമ്പോൾ ഈ ക്രൗൺ വീല്, പ്ലാനറ്റ് ഗിയർ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന ഈ പ്ലാനറ്റ് ഗിയർ. ക്രൗൺ വീലിന്റെ ഗിയേഴ്സും പ്ലാനറ്റ് ഗിയേഴ്സും തമ്മിൽ മെഷ് ആവുന്നുണ്ടോ? മെഷ് ആവുന്നില്ല, ഇത് തമ്മിൽ മെഷ്ഡ് അല്ല. പക്ഷെ ഇതിന്റെ ബാക്ക്ലാഷ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിനിടയിലാണ്. മെഷ്ഡ് അല്ല, ഇത് തമ്മിൽ മെഷ്ഡ് അല്ല, ഇത് കേജ് വഴി കണക്ഷൻ ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബാക്ക്ലാഷ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അഡ്ജസ്റ്റ്മെന്റ് ഫോർ ബാക്ക്ലാഷ് എന്നാ ചോദിച്ചത്. ആ ഒരു ബാക്ക്ലാഷ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വെച്ചിട്ടാണ്. അല്ല, ഈ ബാക്ക്ലാഷ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ഗിയർ ടീത്ത് തമ്മിലുള്ള ഡിഫറൻസ്, സ്പേസ് ഡിഫറൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതല്ലേ? അതെ, അതിനെയും ബാക്ക്ലാഷ് എന്ന് പറയും. അതിനെയും നമ്മൾ ബാക്ക്ലാഷ് എന്ന് തന്നെ പറയാം. ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ തന്നെ ചോദിക്കുന്നത്. സോ ഈ ഒരു രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്യുക ക്രൗൺ വീലും ഈ ഒരു ഡ്രൈവ് പിനിയനും എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ക്രൗൺ വീലും ഡ്രൈവ് പിനിയനും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? മെഷഡ് ആയിട്ട് നിൽക്കുന്നത്. സോ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ടീത്തുകളുടെ മെഷിങ് അല്ല. ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ബാക്ക്ലാഷ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ ബാക്ക്ലാഷ് അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർത്തും എന്തല്ല? മെഷഡ് ആയിട്ട് നിൽക്കുന്ന രണ്ട് ഗിയറുകൾക്കിടയിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവിടെ ഡിഫറൻഷ്യൽ എന്ന് പ്രത്യേകം പറഞ്ഞത്. എ ഡിഫറൻഷ്യൽ എന്ന് പ്രത്യേകം പറയാൻ കാരണം അതാണ്. ഇവിടെ പറയുന്നുണ്ടല്ലോ എ ഡിഫറൻഷ്യൽ. സോ ഇത് നമ്മൾ ശ്രദ്ധിക്കില്ല. ഡിഫറൻഷ്യൽ നമ്മൾ പെട്ടെന്ന് ഇതിലേക്ക് എടുക്കും, ക്രൗൺ വീൽ ആൻഡ് ഡ്രൈവ് പിനിയൻ എന്ന് പറയും. പക്ഷെ ക്രൗൺ വീലും ഡ്രൈവ് പിനിയനും കൂടി ചേർന്ന് വരുന്ന ആ ഒരു അസംബ്ലിയെ നമ്മൾ ഫൈനൽ ഡ്രൈവ് എന്നാണ് പറയുന്നത്. ഫൈനൽ ഡ്രൈവ് എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ ഡിഫറൻഷ്യൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. സോ ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിലേക്ക് എന്തും കൂടെ വരണം? ഡിഫറൻഷ്യൽ കേജും അതിനകത്ത് വരുന്ന സൺ ഗിയറും പ്ലാനറ്റ് ഗിയറും എല്ലാം വരണം. സോ അതിനിടയിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൗൺ വീലും പ്ലാനറ്റ് ഗിയറും കൂടി എന്നുള്ളതാണ്. സോ ക്രൗൺ വീലും പ്ലാനറ്റ് ഗിയറും കൂടെ ഡയറക്ട്ലി മെഷഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഡയറക്ട്ലി മെഷഡ് അല്ല. എന്നാൽ അവ തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേജ് വഴി അവ തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പൊ ആ കേജ് വഴി അവ തമ്മിൽ ഉണ്ടാവുന്ന കണക്ഷനിൽ വരുന്ന ഒരു എക്സസീവ് ക്ലിയറൻസ്, അതിനെയാണ് നമ്മൾ ബാക്ക്ലാഷ് എന്ന് പറയാ. മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോവാം. ഏഴാമത്തെ, ഹൈപ്പോയിഡ് ഗിയേഴ്സ് റിക്വയർഡ് സ്പെഷ്യൽ ലൂബ്രിക്കന്റ് ബിക്കോസ്. ഹൈപ്പോയിഡ് ഗിയേഴ്സിൽ സ്പെഷ്യൽ ലൂബ്രിക്കന്റ് നമ്മൾ യൂസ് ചെയ്യും. അതിന്റെ കാരണം എന്താണ്? ടീത്ത് ആർ മെയ്ഡ് ഓഫ് സോഫ്റ്റ് മെറ്റീരിയൽ, ടീത്ത് ആർ മെയ്ഡ് ഓഫ് ഹാർഡ് മെറ്റീരിയൽ, സച്ച് ഗിയേഴ്സ് റൊട്ടേറ്റ് ഫാസ്റ്റർ, സ്ലൈഡിംഗ് ആക്ഷൻ ദർ ബിറ്റ്വീൻ ദ ടീത്ത്.
യെസ്, സ്ലൈഡിങ് അതാണ്. ആക്ഷൻ ബിറ്റ്വീൻ ഫീൽഡ്സ്. ഓക്കെ ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മളിപ്പോ പവർ പ്ലാന്റ് എടുത്തു നോക്കട്ടെ, എഞ്ചിൻ എന്ന് പറയുന്ന ഭാഗം, പവർ പ്ലാന്റും അതുപോലെ തന്നെ ട്രാൻസ്മിഷനും എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരിക ഏത് ഭാഗത്തു നിന്നാന്നുള്ളത് ഒരു കൺഫ്യൂഷനും വേണ്ട, ട്രാൻസ്മിഷനിൽ നിന്നായിരിക്കും. പവർ പ്ലാന്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. പവർ പ്ലാന്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് പെട്ടെന്ന് ടാക്കിൾ ചെയ്യാൻ സാധിക്കും. ശരിയായ രീതിയിൽ പഠിച്ച ഒരാൾക്ക് പവർ പ്ലാന്റ്, അതായത് എഞ്ചിനുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു കൺഫ്യൂഷൻ വരിക എന്ന് പറയുന്നത് വാല്യൂസ്, അതായത് ഏതെങ്കിലും ഒരു വാല്യൂസ്, ഏതെങ്കിലും ഒരു റേഷ്യോസ്, അതുപോലെ തന്നെ പ്രഷർ, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാത്ത ലെവലിൽ അതിനോട് ചേർത്ത് വരും. 2200 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓപ്ഷനിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. ഓപ്ഷൻ വരുന്നത് ചിലപ്പോൾ ഇതിന് നിയറസ്റ്റ് ആയിട്ടുള്ള 2150 ഡിഗ്രി സെൽഷ്യസ്, ഇങ്ങനെ, പിന്നെ 2500 ഡിഗ്രി സെൽഷ്യസ്, പിന്നെ 2700 ഡിഗ്രി സെൽഷ്യസ്. സോ ഇതായിരിക്കും അതിന്റെ കറക്റ്റ് ഒരു ആൻസർ വരുന്നത്, 2150. പക്ഷെ നമ്മൾ പഠിച്ചത് 2200 ഡിഗ്രി. ഇങ്ങനെയൊക്കെ വരുന്ന ഒരു പ്രോബ്ലം അല്ലാതെ ആ ഒരു ഭാഗത്ത് വലിയ പ്രശ്നങ്ങൾ വരാനില്ല. പക്ഷെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് വലിയ ഒരു ഏരിയ തന്നെയാണ്. ആ ഒരു കാര്യം നന്നായിട്ട് ഓർക്കുക. റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കേട്ട ക്വസ്റ്റ്യൻ തന്നെ പിന്നെയും കേട്ട് കഴിഞ്ഞാൽ പിന്നെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ ഹൈപ്പോയിഡ് ഗിയേഴ്സ് എന്ന് പറയുന്നത് ഓഫ്സെറ്റ് ആയിട്ടാണ് വരിക. നമ്മൾ ആ ഒരു ക്രൗൺ വീലും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ അതിലേക്കായിരിക്കില്ല വരുന്നത്. ഹൈപ്പോയിഡ് ഗിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ബെവൽ പിനിയൻ എന്ന് പറയുന്നത് കുറച്ച് ഓഫ്സെറ്റ് ആയിട്ട്, ഇത്ര ഒരു ഓഫ്സെറ്റ് ആയിട്ടാണ് വരിക. സോ ഇവിടുന്ന് ഇങ്ങനെ സ്ലൈഡ് ആയി പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ലൂബ്രിക്കന്റ് ഈ ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓർത്ത് വെക്കുക. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്മാളർ ഗിയേഴ്സ് ഇൻസൈഡ് ദ ഡിഫറൻഷ്യൽ കേസിംഗ് ആർ. ഡിഫറൻഷ്യൽ കേസിങ്ങിനകത്ത് വരുന്ന സ്മാളർ ഗിയർ ഏതാണ് എന്ന്. പിനിയൻ ഗിയർ, സൺ ഗിയർ, സൈഡ് ഗിയർ, റിംഗ് ഗിയർ. ഇതിൽ ഏത് ഗിയറാണ് ഡിഫറൻഷ്യലിനകത്ത് വരുന്ന ഏറ്റവും ചെറിയ ഗിയർ? ഏതാണ്? ഡിഫറൻഷ്യൽ കേസിങ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കേജ്. ഡിഫറൻഷ്യൽ കേസിങ് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ കേജിനകത്ത് വരുന്ന ചെറിയ ഗിയർ ഏതാണ്? പറഞ്ഞേ. പിനിയൻ ഗിയർ, സൺ ഗിയർ, സൈഡ് ഗിയർ, റിംഗ് ഗിയർ. സൈഡ് ഗിയർ ആണോ? പിനിയൻ ഗിയർ അല്ലേ? അല്ല, നമുക്കറിയാലോ, നമ്മൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കണേ. ഡിഫറൻഷ്യൽ അസംബ്ലിക്കകത്ത് ആദ്യം നമ്മൾ കാണുന്നത് ഈ ഒരു ഗിയർ എന്ന് പറയുന്നത് ബെവൽ പിനിയനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ഈ ഒരു ഗിയർ, ഇത് ക്രൗൺ വീല്. ഇതാണ് ഏറ്റവും വലുത്, ക്രൗൺ വീൽ. ഇത് നമ്മൾ ഗിയർ എന്നുള്ള രീതിയിലല്ല നമ്മൾ കാണുന്നത്, ഇതൊരു പിനിയൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പറയുന്നത്, പിനിയൻ. ഇനി ചോദിച്ചിട്ടുള്ളത് ഡിഫറൻഷ്യൽ കേസിങ്ങിനകത്താ. സോ ഡിഫറൻഷ്യൽ കേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഭാഗമാണ് ഡിഫറൻഷ്യൽ കേസിംഗ് എന്ന് പറയുന്നത്. ഈ ക്രൗൺ വീലിലേക്ക് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ഈ കേസിംഗ്. ഇതിനകത്ത് ഇവിടെ ഒരു ഗിയർ ഉണ്ടാവും, അതിനെ നമ്മൾ സൺ ഗിയർ എന്ന് പറയും. അത് രണ്ടും ഇങ്ങനെ അഭിമുഖമായിട്ട് ഇങ്ങനെ നിൽക്കും, ഫേസ് ടു ഫേസ് ആയിട്ട് ഇങ്ങനെ നിൽക്കും, സൺ ഗിയർ. ഈ സൺ ഗിയറുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഗിയർ, ഒരു ഗിയർ ഇവിടെ ഉണ്ടായിരിക്കും. ഇതാണ് പ്ലാനറ്റ് ഗിയർ അല്ലെങ്കിൽ പിനിയൻ ഗിയർ, അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്റ്റാർ ഗിയർ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു ഗിയറിനെ പ്ലാനറ്റ് ഗിയറിനെ ആണ് നമ്മൾ ഏറ്റവും ചെറിയ ഗിയർ ആയിട്ട് ഈ ഒരു കേസിങ്ങിനകത്ത് പറയുന്നത്, പ്ലാനറ്റ് ഗിയർ. ഇതിനെ നമ്മൾ ബെവൽ പിനിയൻ എന്ന് തന്നെ പറയും. ബെവൽ പിനിയൻ അല്ലെങ്കിൽ ബെവൽ ഡ്രൈവ് പിനിയൻ എന്നൊക്കെ ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യും. ഈ ഭാഗത്ത് വരുന്ന പിനിയനെ ഇതിനെ നമ്മൾ പ്ലാനറ്റ് പിനിയൻ അല്ലെങ്കിൽ പിനിയൻ ഗിയർ അല്ലെങ്കിൽ സ്റ്റാർ ഗിയർ എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ അകത്ത് വരുന്ന ഈ ഒരു ഗിയറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വെൻ ദ റിയർ വീൽ ആർ ജാക്ക്ഡ് അപ്പ് ആൻഡ് ഗിയർ ആർ ഇൻ ന്യൂട്രൽ, ടേണിംഗ് വൺ റിയർ വീൽ ഫോർവേഡ് ഇൻ എ റിയർ ഡ്രൈവ് വെഹിക്കിൾ വിൽ കോസ് ദ അതർ വീൽ ടു. ഒരു റിയർ വീൽ ഡ്രൈവ് വെഹിക്കിൾ ആണ്. അത് ജാക്കപ്പ് ചെയ്തതിന് ശേഷം അത് ന്യൂട്രൽ പൊസിഷനിലേക്ക് ഇട്ടു. ന്യൂട്രൽ പൊസിഷനിൽ ഇട്ടതിന് ശേഷം ഒരു ഭാഗത്തുള്ള ഒരു വീല് പിടിച്ചിട്ട് ഫോർവേഡ് തിരിച്ചു, മുന്നിലേക്ക് ഇങ്ങനെ തിരിച്ചപ്പോ അതിന്റെ അടുത്ത വീല് തൊട്ടപ്പുറത്തുള്ള അതർ വീല് ഏത് ഭാഗത്തേക്ക് തിരിയുമെന്ന്. ടേൺ ബാക്ക്വേർഡ്
ടേൺ ഫോർവേഡ്, ടേൺ ഇൻ ഐദർ ഡയറക്ഷൻ, റിമെയിൻ സ്റ്റേഷനറി. എങ്ങനെയായിരിക്കും? എങ്ങോട്ടായിരിക്കും? അതെ, ടേൺ ബാക്ക്വേർഡ്. എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അത് തിരിയുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ അസംബ്ലിയാണ്. ഡിഫറൻഷ്യൽ അസംബ്ലിയാണ്. ആ ഡിഫറൻഷ്യൽ അസംബ്ലിയിലൂടെ കയറി ആ ഡ്രൈവ് അപ്പുറത്തേക്ക് എത്തുന്നത് കൊണ്ട് അതെന്തായിരിക്കും? നേരെ ബാക്ക്വേർഡ് ഡയറക്ഷനിലായിരിക്കും തിരിയുന്നത്. സോ അത് മനസ്സിലാക്കി വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടൈപ്പ് ഓഫ് റിയർ ആക്സിൽ യൂസ്ഡ് ഓൺ ട്രക്കീസ്. ട്രക്കിൽ ഉപയോഗിക്കുന്ന റിയർ ആക്സിൽ 2-3 പ്രാവശ്യം PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സെമി ഫ്ലോട്ടിംഗ്, ഫുൾ ഫ്ലോട്ടിംഗ്, 3/4 ഫ്ലോട്ടിംഗ്, റൺ ഓഫ് ദി ഹോം. ഏതാണ്? യെസ്, ഏതാണ്? അതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫുൾ ഫ്ലോട്ടിംഗ് ആണ്. ട്രക്ക് എന്ന് പറയുന്നത് ഒരു ഹെവി വെഹിക്കിൾ ആണ്. ഇവിടെ ട്രക്ക് മാറിയിട്ട് ബസ് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾ എന്ന് പറഞ്ഞാലും എല്ലാം എന്ത് തന്നെയാണ്? ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ വരാം. ദ ടൈപ്പ് ഓഫ് റിയർ ആക്സിൽ യൂസ്ഡ് ഇൻ ഹെവി വെഹിക്കിൾസ്, ദ ടൈപ്പ് ഓഫ് റിയർ ആക്സിൽ യൂസ്ഡ് ഇൻ ബസ്സസ്, ദ ടൈപ്പ് ഓഫ് റിയർ ആക്സിൽ യൂസ്ഡ് ഇൻ എന്താണ് ട്രക്ക്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫുൾ ഫ്ലോട്ടിംഗ് ആണ്. ഫുള്ളി ഫ്ലോട്ടിംഗ് റിയർ ആക്സിൽ അസംബ്ലിയാണ്. ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. സാലിസ്ബറി ടൈപ്പ് റിയർ ആക്സിൽ കേസിംഗ് ഈസ് ആൾസോ നോൺ ആസ്. സാലിസ്ബറിയെ പറയുന്ന മറ്റൊരു പേര് ബാൻജോ ടൈപ്പ്, യൂണിറ്റൈസ്ഡ് കാരിയർ ടൈപ്പ്, സെപ്പറേറ്റ് കാരിയർ ടൈപ്പ്, നൺ ഓഫ് ദീസ്. സാലിസ്ബറിയെ പറയുന്ന മറ്റൊരു പേര്. ഒരു കാരണവശാലും മറക്കരുത്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണിത്. അന്നെടുത്ത സമയത്ത് എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞതാണ്. ഏതാണ് സാലിസ്ബറി ടൈപ്പ്? യെസ്, എന്താണ്? യൂണിറ്റൈസ്ഡ് കാരിയർ കേസിംഗ്. യൂണിറ്റൈസ്ഡ് കാരിയർ എന്ന് പറയുന്നത് സാലിസ്ബറി ടൈപ്പാണ്. മറക്കരുത്, പഠിച്ചു വെക്കണം. ഇതൊക്കെ കൺഫ്യൂഷൻ വരും. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ ക്വസ്റ്റ്യൻസ്, നമ്മൾ ആ ടോപ്പിക് കഴിഞ്ഞതിന് ശേഷം ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ആ ആൻസേഴ്സ് നമുക്ക് കിട്ടും. നമ്മൾ വിചാരിക്കും നമ്മൾക്ക് നന്നായിട്ട് അറിയാം, നമ്മളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ. ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അത് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കത് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും കോഡ് വെച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക. റിവൈസ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. റിവൈസ് തന്നെ ചെയ്യുക. ഇല്ലെങ്കിൽ ഇതൊന്നും ഓർമ്മയിൽ നിൽക്കില്ല. മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. സിങ്ക്രോമെഷ് ഗിയർ ബോക്സ്, സിങ്ക്രോമെഷ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്, സിങ്ക്രോണൈസർ യൂണിറ്റ് എന്ന് പറയുന്നത് 4 തരത്തിലുണ്ട്. ബൾക്ക് ടൈപ്പ്, അതുപോലെ തന്നെ ബൾക്ക് റിങ് ടൈപ്പ്, അതുപോലെ തന്നെ മൾട്ടി ആൻഡ് ഡബിൾ കോൺ, അതുപോലെ തന്നെ പോർഷെ ടൈപ്പ്. ഇതിനകത്ത് തേർഡിൽ നിന്ന് ഫോർത്തിലേക്കും ഫോർത്തിൽ നിന്ന് തേർഡിലേക്കും നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സിങ്ക്രോമെഷ് ഗിയർ ബോക്സ് ഏതാണ്? കഴിഞ്ഞ കാംകോ മെക്കാനിക് എന്ന് പറയുന്ന എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓട്ടോമൊബൈലിന്റെ ഭാഗത്ത് സിങ്ക്രോമെഷ് ഗിയർ ബോക്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സിങ്ക്രോമെഷ് ഗിയർ ബോക്സ് അതിൽ 4 ടൈപ്പുകൾ. 2 ഏതാണ്? ക്ലിയർ ആയില്ല. ഏതാണ്? വെരി ഗുഡ്. യെസ്, ബൾക്ക് റിംഗ് ആണ് കേട്ടോ. ബൾക്ക് റിംഗ് ആണ്. എന്താണ് ആ ക്വസ്റ്റ്യൻ? അങ്ങനെയായിരുന്നു. തേർഡ് ടു ഫോർത്തിലേക്കും ഫോർത്തിൽ നിന്ന് തേർഡിലേക്കും. ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊന്നും ഒരു ഐഡിയയും കിട്ടില്ല. എന്താണ് ഇങ്ങനെ ചോദിച്ചതെന്ന് ഒരു കൺഫ്യൂഷൻ വരും നമുക്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കുക. തേർഡിൽ നിന്ന് ഫോർത്തിലേക്കും അതുപോലെ തന്നെ ഫോർത്തിൽ നിന്ന് തേർഡിലേക്കും മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഗിയർ ബോക്സ് ഏതാണ്, അതായത് സിങ്ക്രോമെഷ് ടൈപ്പ് ഗിയർ ബോക്സ് ഏതാണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു ഇത് വന്നിട്ടുള്ളത്. ആ ഒരു പോയിന്റ് ഈ രീതിയിലായിരുന്നു. ദിസ് ടൈപ്പ്, ഇങ്ങനെയായിരുന്നു ആ ഒരു ക്വസ്റ്റ്യന്റെ പോയിന്റ് വന്നിരുന്നത്. ദിസ് ടൈപ്പ് സിങ്ക്രോണൈസർ യൂണിറ്റ്, ദിസ് ടൈപ്പ് സിങ്ക്രോണൈസർ യൂണിറ്റ്
ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ടു engage the fourth gear from third and vice versa. ഈ ക്വസ്റ്റ്യൻ കണ്ട് കുറെ ആളുകൾ എന്താണ് ഇത് ഉദ്ദേശിച്ചതെന്ന് പോലും മനസ്സിലാവാത്ത കുറെ ആളുകൾ നിന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ കാരണം. അതായത് ദിസ് ടൈപ്പ് ഓഫ് സിങ്ക്രോണൈസർ യൂണിറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ടു എൻഗേജ് ദ ഫോർത്ത് ഗിയർ ഫ്രം തേർഡ് ആൻഡ് വൈസ് വേഴ്സ. ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ബൾക്ക് റിംഗ് സിങ്ക്രോണൈസർ യൂണിറ്റ് ആണ്. ബൾക്ക് റിംഗ് സിങ്ക്രോമെഷ് ഗിയർ ബോക്സ് എന്നുള്ള ബൾക്ക് റിംഗ് സിങ്ക്രോമെഷ് ഗിയർ ബോക്സ് എന്നായിരുന്നു അതിൽ ഓപ്ഷൻ വന്നിരുന്നത്. അതിന്റെ ബൾക്ക് റിംഗ് സിങ്ക്രോമെഷ് യൂണിറ്റ്. അതേസമയം നമ്മൾ ഹെവി വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പാ? ഹെവി വെഹിക്കിളിൽ ഉപയോഗിക്കുന്ന സിങ്ക്രോമെഷ് ഗിയർ ബോക്സ്. യെസ്, ഹെവി വെഹിക്കിളിൽ വന്നു കഴിഞ്ഞാൽ അതും ഒരു PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹെവി വെഹിക്കിളിൽ ഉപയോഗിക്കുന്ന സിങ്ക്രോമെഷ് ഗിയർ ബോക്സ് ഏതാണ്? മൾട്ടി ആൻഡ് ഡബിൾ കോൺ. അപ്പൊ ഇതെന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് പഠിച്ചു വെക്കുക. ഈ ക്വസ്റ്റ്യൻ ഒരു ഭയങ്കര ഒരു ഡൗട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. പല ആളുകൾക്കും ഈ ടോപ്പിക് അറിയില്ല. അതായത് സിങ്ക്രോമെഷ് ഗിയർ ബോക്സിൽ തന്നെ ബൾക്ക് റിംഗ്, മൾട്ടി ആൻഡ് ഡബിൾ കോൺ, പോർഷെ ടോപ്പിക് ഒന്നും പല ആളുകൾക്ക് ഈ ടൈപ്പുകൾ തന്നെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെച്ചുകൊണ്ടും, കാരണം നമുക്കത് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കാം.